മീൻവയൽ പ്രകാശ് ബ്രദേഴ്സ് അപ്പാപ്പൻ്റെ ഒരു സ്റ്റാച്ചുവിന് വേണ്ടി ഉപവാസ സമരം നടത്തുകയായിരുന്നു. സ്വന്തം പിതാവിനെ ആദരിക്കാത്തവർ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാനാണ്? ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നടക്കുന്ന ഈ അവകാശ സമരം കണ്ടില്ലെന്ന് നടിക്കരുത്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിക്കാതെ പ്രകാശ് കോൺഗ്രസ് അടങ്ങുമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കണ്ട. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. പക്ഷേ കറണ്ട് മേയറും BDF നേതാവുമായിരുന്ന കോതാർ ദാസിന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരു പുജ്ഞ വരുന്നു. രാജാവായി നീ വേണം, തുഗ്ലന്മാരോ നിന്റെ രാജ്യം മുടിച്ചിടും മുൻപേ വേണം. വാഴാനായി നീ വേണം, കേഴുന്നോരീ നാട് കോഴക്കാർ വാങ്ങിയിടും മുൻപേ വേണം. എന്തോന്നടാ ഇത്? ഇതാണോ യൂത്ത്? ഇതിലെവിടെ ഒരു വീര്യം? ജോസേ, നീ ആ പട്ടം നോക്കി. ഇത് അവിടെ കിട്ടണം. കണ്ട, നീ 25,000 കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇത് 500 രൂപയാണ്. എങ്ങനെയുണ്ടോ നോക്ക്. പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം ആ വീട്ടിൽ നിൽക്കണ്ടേ? ആ കൊച്ചിയല്ലേ, മെട്രോ വരികയല്ലേ, ആദ്യത്തെ ട്രെയിനിൽ തന്നെ കയറണം. പിന്നെ ആനിനോട് വർക്കായല്ലോ. വന്നല്ലോ മണ്ടൻസ്. ആരിത്? ലൂക്കാച്ചനോ? ചെറുപ്പത്തിലുള്ള മുഖം ഊതി വീർപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. താടിക്കാരൻ അങ്കിൾ, താടിക്കാരൻ ആന്റി. യെസ്, ആൻ മേരി താടിക്കാരൻ റിട്ടേൺസ്. താങ്ക് യു. ഇവള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അയ്യോ അല്ലമ്മച്ചി, അവളിപ്പോ തടി കുറച്ചതല്ലേ. ലൂക്ക എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? ഈ ലൂക്കാച്ചാനല്ലോ, പണ്ടൊരു ദിവസം വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മാങ്ങ മുഴുവൻ എടുത്ത് തിന്ന്. അത് എന്നാ മാങ്ങടി? ബഗനപ്പള്ളി മാങ്ങ. ആടകരപ്പള്ളി. എന്റെ അമ്മയെ അത് തിന്ന് തൂറിയ ട്രൗസറിലൊക്കെ ആക്കി മുഴുവൻ. എന്നാ ആലോചിക്കുമ്പോ ചിരി വരുന്നു. വേണ്ട ആന്റി, ഇതൊക്കെ കഴിച്ചാൽ എന്റെ ഡയറ്റ് പ്ലാൻസ് കംപ്ലീറ്റ് തെറ്റും. കുറച്ച് കഴിച്ചു മോളെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയാറുണ്ട്, പക്ഷെ ഇവളുടെ വിൽ പവർ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. ഗുഡ് മോളെ, ഗുഡ്. വിൽ പവർ ഷോസ് ക്യാരക്ടർ. താങ്ക് യു അങ്കിൾ.